हरे कृष्ण। रुक्मिणी द्वारकाधीश भगवान की, रुक्मिणी द्वारकाधीश भगवान की, रुक्मिणी द्वारकाधीश भगवान की। വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാചീനമായ മൃഗമോക്ഷം നടന്ന സ്ഥലത്താണ്. എത്ര പേര് ഭാഗവതത്തിൽ മൃഗമോക്ഷ കഥ വായിച്ചിട്ടുണ്ട്? ആരും വായിച്ചിട്ടില്ല. താങ്ക് യു വെരി മച്ച്. കുറച്ച് പേര് മാത്രം. എന്നാലും നമ്മളെ കൂടെ ഈ ഒരു സത്സംഗത്തില് വളരെ വിശേഷപ്പെട്ട ചില ഭക്തരും കൂടെ പങ്കെടുത്തിട്ടുണ്ട്. അവരെയും കൂടെ ഈ ഒരു അവസരത്തിൽ പരിചയപ്പെടുത്താം. ഈ 4-5 ദിവസത്തിൽ നിങ്ങൾക്ക് എന്ത് ആധ്യാത്മിക സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരെ സമീപിക്കാം, എൻ്റെ അടുത്തും ചോദിക്കാം. നമ്മളെ കൂടെ രഘുറാം ലക്ഷ്മൺ പ്രഭുവും കുടുംബവും ഉണ്ട്. വിളിച്ചിരിക്കുന്നു. ഖത്തറില് കൃഷ്ണാവബോധം പ്രചരണവും ഒരു മലയാളി സംഘമെല്ലാം പ്രഭുവും മറ്റു ഭക്തരുമാണ് നയിക്കുന്നത്. വളരെ മുതിർന്ന കൃഷ്ണാവബോധം വളരെ വളരെ പതിറ്റാണ്ടുകളായി പരിശീലിക്കുന്ന ഒരു കുടുംബമാണ് രഘുറാം പ്രഭു. രഘുറാം ലക്ഷ്മൺ പ്രഭുക്ക്. പിന്നെ നമ്മളെ കൂടെ മാലിനി മാതാജി ഉണ്ട്. അവിടെ മാതാജിയെ കാണാനില്ലല്ലോ, എണീറ്റ എല്ലാവർക്കും കാണാം. മാലിനി മാതാജി ഒരുപാട് വർഷം അവര് മസ്കറ്റില് പ്രഭുവോട് ചേർന്ന് ഒത്തിരി കൃഷ്ണാവബോധം എല്ലാം പ്രചരിപ്പിച്ചതാ. അങ്ങനെ ഇപ്പോൾ 1-2 വർഷമായിട്ട് റിട്ടയറായി കായംകുളത്ത് ഒരു കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുന്നുണ്ട്, സത്സംഗമൊക്കെ നടത്തുന്നുണ്ട് മാതാജി. പിന്നെ മുരളി പ്രഭുവും ഫാമിലി നാസിക്കിലുണ്ട്. അവിടെ മാതാജി പ്രഭുവും നമ്മുടെ തൊപ്പിക്കാരൻ പ്രഭു മുരളി പ്രഭു. സോഹ അവിടെ കൃഷ്ണാവബോധത്തെ പരിശീലിച്ച് പ്രാക്ടീസ് ചെയ്ത് പ്രചരിപ്പിച്ച് ഇപ്പൊ നാസിക്കിലാണ് റിട്ടയറായി ചെയ്യുന്നത്. അങ്ങനെ ചില മുതിർന്ന കൃഷ്ണാവബോധം പരിശീലിക്കുന്ന ഭക്തരൊക്കെ ഉണ്ട്. നിങ്ങൾക്കൊക്കെ ഈ യാത്ര മധ്യേ എന്തെങ്കിലൊക്കെ സംശയം ഉണ്ടെങ്കിൽ അവരെ സമീപിക്കാം. അടുത്തത് ഇവിടുത്തെ മൃഗമോക്ഷത്തിനെ കുറിച്ച്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭാഗവതത്തില് പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് മൃഗമോക്ഷം എന്ന് പറയുന്ന അധ്യായം. അതായത് കർമ്മഫലത്തിനെ കുറിച്ച് വിവരിക്കുന്നതാണ്. എന്ത് ചെയ്താലും കർമ്മഫലം നമുക്ക് തിരിച്ചു കിട്ടിയേ മതിയാകൂ. അതിനാർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല. ആരാണ് നമ്മുടെ മക്കൾ? ഭാഗവതം പറയുന്നു, മുൻജന്മങ്ങളിൽ നാം ചെയ്തിട്ടുള്ള പാപപുണ്യമാണ് ആരായി ജനിക്കുന്നത്? മക്കളായി ജനിക്കുന്നത്. ഒരുപാട് പാപകർമ്മം ചെയ്തിരുന്നാൽ അവര് മക്കളായി ജനിച്ച് നമുക്ക് ഒരു സമാധാനം തരില്ല. ഒരുപാട് പുണ്യം ചെയ്തിരുന്നാൽ അവരും മക്കളായി ജനിച്ച് വയസ്സായ നമ്മളെ വളരെ സന്തോഷത്തോടെ സംരക്ഷിക്കും. നാം ചെയ്യുന്ന കർമ്മഫലമാണ്. പക്ഷേ ഈ കർമ്മഫലം ഭഗവാനും ധർമ്മരാജനും ഒഴിയെ വേറെ ആർക്കും മനസ്സിലാവില്ല. നിങ്ങളുടെ കർമ്മഫലം ഗണിച്ചു തരാം എന്ന് പറഞ്ഞ് ജ്യോത്സ്യന്മാര് പൈസ മേടിച്ച 90% പറ്റിപ്പാണ്. എന്തുകൊണ്ടാ? ഇത് പ്രപഞ്ചത്തിലെ 2 പേർക്കേ ഗണിക്കാൻ സാധിക്കുള്ളൂ. ആർക്ക് 2 പേർക്കാണ്? ആർക്കൊക്കെ? ഭഗവാനും ധർമ്മരാജൻ. നമ്മുടെ കൂട്ടത്തിൽ ഒരു അമൽ ഗൗരംഗ പ്രഭു ഉണ്ട്. ജാതകം നോക്കി ആൾക്കാരൊക്കെ പറ്റിക്കും. ഉണ്ടോ ഇവിടെ? ബ്രഹ്മാവിന് പോലും മനസ്സിലാവില്ല കർമ്മം എന്ന് പറയുന്നത്. ഹോട്ട് കോൾഡ്. കോൾഡ് എന്താ പറയാ?
അടുപ്പ് കരിയില്ല, അടുപ്പ് കത്തിക്കുന്ന കരി, കൽക്കരി, എന്താ പറയാ അതിന്? അത് കത്തിച്ചു വെച്ച് കൈ തൂക്കി പിടിക്കാൻ പറ്റോ? കർമ്മഫലം അതുപോലെയാണ്. ഇപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് ആരെങ്കിലും ചവിട്ടിയാൽ, അറിയാതെ തന്നെ ചവിട്ടി എന്നിരിക്കട്ടെ, അയാൾക്ക് നല്ലോണം വേദനിച്ചു, നമ്മൾ സോറി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ 10 അടി അങ്ങോട്ട് വെക്കുമ്പോ നമ്മുടെ പെരുവിരൽ ഒരു കല്ലിലടിച്ച് നഖം ഒന്ന് ഇളകി കയ്യിൽ നിൽക്കും. ആരെ കുറ്റം പറയാൻ പറ്റും? ആരെങ്കിലും കുറ്റം പറയാൻ പറ്റൂ? നല്ല സദ്യ കഴിക്കുന്ന നേരത്ത് സ്വന്തം നാവിനെ കടിച്ച അനുഭവം എത്ര പേർക്കുണ്ട്? നല്ല സദ്യയുടെ ഇടയ്ക്ക് നാവിനെ കടിച്ച എല്ലാവർക്കും ഉണ്ട് എക്സ്പീരിയൻസ്. ആരെ കുറ്റം പറയും? ആരെ പറയും? ആരെയും പറയാൻ പറ്റില്ല. കർമ്മഫലം എന്ന് പറയുന്നത് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒന്നാണ്. ഒരു ചെറിയ രൂപരേഖയിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ ആർക്കെങ്കിലും ഹൃദയത്തിൽ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദനിക്കുന്നതിന്റെ എഫക്റ്റാണ് നമുക്ക് കർമ്മഫലമായി വരിക. എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായി? അതായത് വലിയ ഇപ്പൊ വന്നിട്ട് എന്താ പറയാ, നമ്മുടെ രഞ്ജിത്ത് പ്രഭു കൈ ഉയർത്തി, ഇപ്പൊ രഞ്ജിത്ത് പ്രഭുയുടെ പോക്കറ്റ് ചെയ്ത് ഞാൻ ഒരു 100 രൂപ അടിച്ചു മാറ്റി. വെളിയിൽ ഒരു ഭിക്ഷക്കാരൻ ഇരിപ്പുണ്ട്, അയാളുടെ പ്ലേറ്റിൽ ഇരുന്ന് ഞാൻ ഒരു 100 രൂപ അടിച്ചു മാറ്റി. 2 മോഷണവും 100 രൂപയാണ്. പക്ഷെ അത് രണ്ടും സമമാണോ? അല്ല. എന്തുകൊണ്ടാ? അദ്ദേഹത്തിന് 10 ലക്ഷം രൂപയാണ് ശമ്പളം. അത് ഇന്ന് 100 രൂപ അടിച്ചു മാറ്റിയ അവർക്ക് എന്തെങ്കിലും വിഷമം വരുമോ? ഇല്ല. പക്ഷെ ഒരു ഭിക്ഷക്കാരന്റെ പ്ലേറ്റിൽ നിന്ന് 100 രൂപ എടുത്താലോ അയാളുടെ ചിലപ്പോ മുഴുവൻ ദിവസവും കിട്ടുന്നത് അത്രയായിരിക്കും, അല്ലെങ്കിൽ ഒരാഴ്ച കിട്ടുന്നത്. രണ്ടും കണക്കിൽ ഒന്നാണെങ്കിലും ഫലത്തിന് വേറെയാണ്. അതുകൊണ്ട് കർമ്മഫലം എന്ന് പറയുന്നത് ഒരാളെ പോലെ ഇനി ഒരാൾക്ക് ഉണ്ടാവുകയേയില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിനെ ഇനിയൊരു വ്യക്തിയുമായിട്ട് താരതമ്യം ചെയ്യുന്നത് ഏറ്റവും വലിയ മണ്ടത്തരം. നമ്മളൊക്കെ വിചാരിക്കും, ഓ ആ മനുഷ്യന് നോക്ക് ഒരു കഷ്ടപ്പാടുമില്ല, ഈ വ്യക്തിക്ക് നോക്ക് അങ്ങനെയാണ്. നമ്മൾ നമ്മുടെ ലൈഫിനെ ഇനിയൊരാളുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല. കാരണം അവർ അനുഭവിക്കുന്ന കർമ്മഫലം വേറെയാണ്, നമ്മൾ അനുഭവിക്കുന്ന കർമ്മഫലം വേറെയാണ്. നമ്മളടുത്ത് ഒത്തിരി പേര് പറയാറുണ്ട്, പ്രഭുവിനൊക്കെ എന്താ ബുദ്ധിമുട്ട്, കുടുംബം ഇല്ല, കുട്ടിയില്ല, ഇങ്ങനെ നടന്നാ പോലെ. ബ്രഹ്മചാരിമാര് വിചാരിക്കും അവരെല്ലാം എന്ത് സന്തോഷമായിരിക്കും. ഇത് ഒരിക്കലും ഒരാള് അപ്പുറത്തുള്ള ആളെ എന്ത് ചെയ്യാൻ പാടില്ല. നമ്മൾ എല്ലാവരും അനുഭവിക്കുന്നത് നമ്മുടെ കർമ്മഫലമാണ്. അത് ഭഗവാൻ തെളിയിച്ച സ്ഥലമാണ് ഈ സ്ഥലം, മൃഗമോക്ഷം. മഹാരാജ ഭാഗവതത്തിൽ മനോഹരമായ ഒരു കഥ, മൃഗ എന്ന ഒരു ചക്രവർത്തി ഉണ്ടായി. എന്താ പേര്? മൃഗ. ഈ രാജാവ് ഒരു മഹാധർമ്മിഷ്ഠനാണ്, വലിയ ദാനധർമ്മം ഒക്കെ ചെയ്യുന്ന ആളാണ്. ഓപ്പണാക്കിയോ? ഹരേ കൃഷ്ണ. എല്ലാവരും ദർശനം എടുത്തിട്ട് എല്ലാവരും ദർശനം എടുത്തിട്ട് കഥ വിട്ട സ്ഥലത്ത് ചോദിക്കും, എല്ലാം പോയി ദർശനത്തിൽ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ ഹരേ
രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രുക്മിണി ദ്വാരകധീശ് ഭഗവാൻ കീ. എവിടെ നിർത്തി? മൃഗരാജ മൊത്തത്തിലാണ്. എവിടെ എക്സാക്ട്ലി എവിടെ നിർത്തി? മൃഗമഹാരാജാവ് വലിയ ധർമ്മിഷ്ഠനാണ്. അതായത് തനിക്കെന്ന് ഏതും മാറ്റിവെക്കാതെ എല്ലാം ദാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ജീവിതത്തിൽ പ്രാധാന്യം കൽപ്പിക്കുന്നതിനെ ദാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മൃഗമഹാരാജ്. നമ്മൾ ഒരു ദാനം ചെയ്യുമ്പോൾ ഇഷ്ടമുള്ളതിനെ ദാനം ചെയ്യോ, ഇഷ്ടക്കുറവുള്ളതിനെ ദാനം ചെയ്യോ? ഇഷ്ടക്കുറവുള്ളതിനെ നമ്മൾ ദാനം ചെയ്യും. പക്ഷെ യഥാർത്ഥ ദാനം എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണോ കൂടുതൽ ഇഷ്ടം അതിനെ കൊടുക്കുന്നതാണ് യഥാർത്ഥ ദാനം. ചൈതന്യ മഹാപ്രഭുവിന് സഹോദരൻ ഉണ്ടായിരുന്നു. എന്താ പേര്? മഹാപ്രഭുയുടെ സഹോദരന്റെ പേര് വിശ്വംഭരന. മറ്റേ സ്ഥലമല്ലേ? ഇവിടെ വരൂ. ഇല്ല, വീണ നമുക്കാ പണി. ഇങ്ങോട്ട് വരും. അപ്പോ വിശ്വരൂപൻ വിശ്വംഭരൻ സ്ഥലമല്ലേ? ഓക്കെ. ചൈതന്യ മഹാപ്രഭുയുടെ സഹോദരന്റെ പേര് വിശ്വരൂപൻ. ഒരു ദിവസം ചൈതന്യ മഹാപ്രഭുയുടെ വീട്ടില് ഒരു സന്യാസി ഭക്ഷണത്തിനായി വന്നു. അതൊരു വലിയ കാര്യമാണ്. ആധ്യാത്മികതയിൽ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവർക്ക്, സന്യാസിവര്യന്മാർക്ക് നമ്മൾ വീടുകളിൽ ക്ഷണിച്ച് ഒരു നേരം ആഹാരം കൊടുക്കുക, അവർക്കൊരു വസ്ത്രം കൊടുക്കുക, കുറച്ച് പഴം കൊടുക്കുക, യാത്രാക്കൂലി കൊടുക്കുക, ഇതെല്ലാം നല്ല ഒരു സേവയാണ്. അപ്പൊ അന്ന് കാലത്ത് മഹാപ്രഭുയുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സന്യാസി വന്നു. സന്യാസിക്ക് മഹാപ്രഭുയുടെ അച്ഛനും അമ്മയും വേണ്ടവണ്ണം സൽക്കരിച്ചെല്ലാം ചെയ്ത് തിരിച്ചു പോകുമ്പോൾ അങ്ങക്ക് എന്ത് ദക്ഷിണ വേണം എന്ന് ചോദിച്ചു. ഉടനെ ആ സന്യാസി പറഞ്ഞു, എനിക്ക് ഒരുപാട് സ്ഥലം തീർത്ഥാടനം പോകേണ്ടതുണ്ട്, എനിക്ക് സഹായത്തിന് ആരുമില്ല, നിങ്ങളുടെ മകനെ എനിക്ക് ദാനമായി തരണം എന്ന് പറഞ്ഞു. ഇന്ന് കാലത്ത് വീട്ടിൽ വന്ന് ചോദിച്ചാൽ കൊടുക്കുമോ? കൊടുക്കൂല. ചിലര് ഈ ശല്യം എങ്ങനെങ്കിലും പോട്ടെ എന്ന് പറഞ്ഞ് കൊടുത്താലും ആയി. പക്ഷെ മഹാപ്രഭുയുടെ അച്ഛനും അമ്മയും ജീവനേക്കാളും സ്നേഹിച്ചത് ആ മകനെ. അത്ര സൽസ്വഭാവിയ. പക്ഷെ മറുത്ത് പറയാൻ പറ്റാതെ അതൊക്കെയ യഥാർത്ഥ ദാനം. നമ്മൾ ജീവിതത്തിൽ അത്രയും വില കൽപ്പിക്കുന്ന സാധനങ്ങളെ കൊടുക്കുന്നതാ ശരിക്കുമുള്ള ദാനം. ഇന്നും ആൾക്കാർ തിരുപ്പതിയിൽ പോകാറുണ്ട്. എന്താ കൊടുക്കുക? മുടി. വീട്ടിൽ എത്തുമ്പോ വളരുമെന്ന് അറിയാം. ഇതൊക്കെ വളരെ വളരെ താഴെ നിലവാരത്തിലുള്ള ദാനധർമ്മങ്ങളാണ്. പക്ഷെ തിരുപ്പതിയിൽ മുടി കൊടുക്കുന്നതിന് വേറെ ഒരു ഐതിഹ്യമുണ്ട്. അതായിക്കോട്ടെ. അപ്പോ ഇവിടെ മൃഗചക്രവർത്തി ആര് ചോദിച്ചാലും ഇല്ലെന്ന് പറയത്തില്ല. ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ വന്ന് ദാനം ചോദിച്ചപ്പോ പശുവിനെ ദാനമായി കൊടുത്തു. സന്ധ്യ ആയപ്പോ എന്ത് ചെയ്തു? ഈ പശു പഴയ പോലെ വന്ന് തൊഴുത്തിൽ തന്നെ കൂടി. ഈ മൃഗങ്ങൾക്കൊക്കെ അങ്ങനെ സ്വഭാവമുണ്ട്. സൂര്യൻ അസ്തമിക്കുമ്പോ കോഴിയൊക്കെ വന്ന് തിരിച്ച് വീട്ടിൽ വരും. ആടുമാടെല്ലാം, എല്ലാ ജന്തു ജീവജാലങ്ങളും സന്ധ്യയാകുമ്പോ എവിടെ എത്തും? വീട്ടിൽ. മക്കളെ വിട്ടാൽ ഒന്നും തിരിച്ചു വരില്ല. അർദ്ധരാത്രി ആയാലും പിള്ളേർ തിരിച്ചു വരില്ല. മൃഗങ്ങളെല്ലാം വരും.
ഈ പശു പഴയതുപോലെ രാജാവിന്റെ തൊഴുത്തിൽ വന്നങ്ങ് കൂടി. അടുത്ത ദിവസം ഇനിയൊരു ബ്രാഹ്മണൻ ദാനം ചോദിച്ചു വന്നപ്പോ രാജാവിന്റെ പണിക്കാർക്ക് തെറ്റുപറ്റി ഇതേ പശുവിനെ പിടിച്ച് രണ്ടാമത്തെ ബ്രാഹ്മണനും ദാനമായി കൊടുത്തു. ആദ്യത്തെ ബ്രാഹ്മണൻ രാജാവ് തന്ന പശുവിനെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് തലയിലടിച്ച് നിലവിളിച്ച് വരാ. നോക്കുമ്പോ ഇനിയൊരു ബ്രാഹ്മണൻ ആ പശുവിനെ പിടിച്ചോണ്ട് പോകും. ആദ്യത്തെ ബ്രാഹ്മണൻ പറഞ്ഞു രാജാവ് ഇതെനിക്ക് തന്നതാ. രണ്ടാമത്തെ ആളും പറഞ്ഞു രാജാവ് എനിക്ക് തന്നു. രണ്ടുപേര് അടിയോടെ അടിയായി. രാജാവിന്റെ അടുത്ത് ചെന്ന പരാതി പറഞ്ഞു. രാജാവിന് മനസ്സിലായി. രാജാവ് പറഞ്ഞു തെറ്റ് പറ്റി, ക്ഷമിക്കാം, രണ്ടു കൂട്ടർക്കും 10 പശു ഞാൻ തരാം. ഇവര് പറഞ്ഞു ഞങ്ങള് ദാനം സ്വീകരിക്കും, ഭിക്ഷ ചോദിച്ചിട്ടല്ല വന്നത്, കിട്ടിയ സാധനം തന്നെ വേണം. ഒരു പശുവിന് എങ്ങനെ 2 പേർക്ക് കൊടുക്കാൻ പറ്റും? രാജാവ് നിസ്സഹായനായി നിന്നു. 2 ബ്രാഹ്മണരും കൂടെ രാജാവിനെ ശപിച്ചു, നീ ഒരു ഓന്തായി പോട്ടെ. രാജാവ് എന്ത് തെറ്റ് ചെയ്തു? രാജാവ് എന്ത് തെറ്റാ ചെയ്തത്? ഭയങ്കര കുഴപ്പമായി ലോകത്ത് ജീവിക്കുന്നു. ആരെയോ നമ്മൾ സഹായിച്ചു, പണം കൊടുത്തോ നല്ല കാര്യം ചെയ്തോ സഹായിച്ചു. ഇന്ന് അവർ നമ്മളെടുത്ത് മിണ്ടില്ല, നമ്മുടെ ശത്രുവാ. അങ്ങനത്തെ അനുഭവം എത്ര പേർക്കുണ്ട്? കാശൊക്കെ കൊടുത്ത് സഹായിച്ചു, പാരവർ തിരിച്ചു മിണ്ടും. നമ്മൾ എന്ത് തെറ്റാ ചെയ്തു? കർമ്മഫലം ഈ പ്രപഞ്ചത്തിൽ തന്നെ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. 2 പേർക്കേ കർമ്മഫലം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആർക്കൊക്കെയാ? ഭഗവാനും ധർമ്മരാജനും മാത്രം. വേറെ ആർക്കും മനസ്സിലാവില്ല. ഭഗവാൻ സൃഷ്ടി നടത്തിക്കൊണ്ടിരുന്നപ്പോ എല്ലാ ഡിപ്പാർട്ട്മെന്റ് തിരിച്ചു. പണം ലക്ഷ്മി ദേവി, നീ നോക്കിക്കോ. ലക്ഷ്മി ശരിയെന്ന് പറഞ്ഞു. മരുന്ന് അശ്വിനി കുമാരന്മാർ, വേദങ്ങള് ബ്രഹ്മാവ്, ഇങ്ങനെ എല്ലാം. മരണം പോലും കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. ഓരോ ഡിപ്പാർട്ട്മെന്റും കൊടുത്തു. പലർക്കും ഇന്ദ്ര, ചന്ദ്ര, വരുണൻ, വായു, അഗ്നി, ഗന്ധർവന്മാർ, എല്ലാവർക്കും. കർമ്മത്തിന്റെ വിഭാഗം വന്നപ്പോ ദൈവം ചോദിച്ചു, നിങ്ങളിൽ ആരാണ് ഈ ഡിപ്പാർട്ട്മെന്റ് എടുക്കുക? എല്ലാരും പറഞ്ഞു വേണ്ട, എവിടെ തൊട്ടാലും പൊള്ളും. ഏത് കർമ്മം? അത്ര കോംപ്ലിക്കേറ്റഡാ. അന്ന് മീറ്റിങ്ങിന് ലേറ്റായി വന്നു ധർമ്മരാജൻ. മലയാളിയായിരിക്കും, സമയത്തിന് വന്നില്ല. ഈ മീറ്റിംഗ് നടക്കുമ്പോ ആരാ താമസിച്ചു വന്നത്? ധർമ്മരാജൻ താമസിച്ചു വന്നു. ഭഗവാൻ ചോദിച്ചു, ധർമ്മരാജനെ ഞാൻ തരുന്ന സേവനം ഏറ്റെടുക്കുമോ? ധർമ്മരാജൻ പറഞ്ഞു, അങ്ങ് എന്ത് തന്നാലും ഞാൻ ഏറ്റെടുക്കാം, കർമ്മം നീ പിടിച്ചോ എന്ന് പറഞ്ഞു. അപ്പോഴാ ധർമ്മരാജൻ ശാന്തന. ഒരാളെ പോലും ഒരു വാക്കുപോലും ജീവിതത്തിൽ കടുപ്പിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. ഇനി ഒരാളുടെ ഹൃദയം വേദനിക്കുന്ന പോലെ ജീവിതത്തിൽ ഒരക്ഷരം മിണ്ടിയിട്ടില്ല അദ്ദേഹം, നമ്മളെ പോലെ. ആര്? ധർമ്മരാജൻ. അപ്പൊ ധർമ്മരാജൻ പറഞ്ഞു, ഇത് ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും? ആൾക്കാരെ എണ്ണയിലിട്ട് പൊരിക്കണം, പപ്പടം പോലെ ഇത് ചെയ്യണം, കാരാഗ്രഹത്തിലിടണം, തുന്നൽ മെഷീനിൽ വെച്ച് തെക്കണം, പൈസയൊക്കെ പലിശയ്ക്ക് കൊടുത്ത് എവിടെ ഇട്ട് തെക്കണം? സൂക്ഷിമുഖം എന്നൊരു നരകം ഉണ്ടാവും, തുന്നൽ മെഷീനിൽ വെച്ച് തച്ചെടുക്കണം. മത്സ്യമാംസാദികൾ കഴിച്ചവരെ എണ്ണയിലിട്ട് പൊരിക്കണം. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? എണ്ണയിലിട്ട് പൊരിക്കണം. 24, 27 തരം നരകങ്ങൾ. അന്ധതാമിഷ്ടം, തഥൈവം, രൗരവം, കുംഭീപാകം എന്നൊക്കെ പറഞ്ഞു. ധർമ്മരാജൻ പറഞ്ഞു, ദൈവമേ, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, ആൾക്കാരെയൊക്കെ ഇതൊക്കെ എനിക്ക് പറ്റില്ല. ഭഗവാൻ പറഞ്ഞു, ധർമ്മരാജ, ആരുമേ നിന്നെ ചോദ്യം ചെയ്യില്ല, നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തരുന്നു. അപ്പൊ ഈ ധർമ്മരാജൻ പതുക്കെ പാതാള ലോകങ്ങളിൽ ഇറങ്ങി വന്ന് കർമ്മത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് എടുത്തപ്പോ ആ സൗന്ദര്യമായ മുഖം ഘനത്ത് കറുത്ത് ചെമ്പു നിറത്തിൽ യമനായി മാറി. തിരിച്ചദ്ദേഹം ഉപരിലോകത്തിൽ പോകുമ്പോൾ ധർമ്മരാജനായി ശാന്തനായി മാറും. നരകത്തിൽ വന്ന് കോടതിയിൽ ജോലി എടുക്കുമ്പോ ഏത് രൂപം വരും? യമന്റെ. ഒരാളാ 2 മുഖം. യമധർമ്മൻ, അത് ധർമ്മരാജൻ. രണ്ടും വേറെ വേറെ. ജോലി എടുക്കുമ്പോ യമനായി കാണുന്ന മാത്രയിൽ തന്നെ ആൾക്കാരുടെ പ്രാണൻ പോകും. അത്രയും ഭയാനകമായ ഒരു രൂപം. അപ്പോ ഇങ്ങനെ ശിക്ഷ. 2 ബ്രാഹ്മണരും കൂടെ ചേർന്ന് രാജാവിനെ ശപിച്ചു. എന്തായി പോട്ടെ എന്ന്. ഈ കഥ കേട്ടോണ്ടിരുന്ന ശുഗമഹർഷി, പരീക്ഷത്ത് ശുഗമഹർഷി എടുത്ത് ചോദിക്കുക, പശുവിനെ ദാനം കൊടുത്തതിനാണോ ഒന്നായി പോകേണ്ട അവസ്ഥ?
എന്ന് നോക്കിയ ഭൂമിയിൽ ആരെങ്കിലും ഇരിക്കും? അപ്പൊ ഭഗവാൻ പറയുന്നു, വ്യാസൻ പറയുന്ന രഹസ്യം, ഈ ഭൗതിക ലോകത്തിൽ നല്ലത് ചെയ്താലും തെറ്റാണ്. മഹാഭാരതത്തിൽ കർണന്റെ കഥ അറിയാമോ? കർണൻ ഇരുന്നപ്പോ പരശുരാമൻ മടിയിൽ കിടന്നോളാം എന്ന് പറഞ്ഞു. കർണനും വലിയ സന്തോഷത്തിൽ എന്റെ ഗുരുനാഥൻ എന്റെ മടിയിൽ കിടന്നോ എന്ന് പറഞ്ഞു. കിടന്നപ്പോ ഒരു വണ്ട് വന്ന് തുളയ്ക്കാൻ തുടങ്ങി. കർണൻ വേദന സഹിച്ചു, പല്ലും കടിച്ചിരുന്നു. എന്തുകൊണ്ടാ? ഗുരുവിന് ശല്യപ്പെടുത്തരുത്, ഉറക്കം തടസ്സപ്പെടുത്തരുത്. കുറച്ചു കഴിഞ്ഞ് പരശുരാമൻ നോക്കി, എല്ലാം നനഞ്ഞു ചോര. ഉടനെ പരശുരാമൻ വന്നിട്ട് കർണന്റെ അടുത്ത് ചോദിച്ചു, കർണാ, നീ ബ്രാഹ്മണനാണോ? കാരണം കർണൻ ഒരു കുട്ടിക്കള്ളം പണ്ടെങ്ങാണ്ടോ പറഞ്ഞിരുന്നു. ഉടനെ പരശുരാമൻ ശപിച്ചു, കർണ, ഞാൻ പഠിപ്പിച്ചു കൊടുത്ത അത്ര വിദ്യയും കറക്റ്റ് സമയത്ത് നീ മറന്നുപോകുമെന്ന് ശാപങ്ങൾ. ഇപ്പോ കർണൻ വേദന സഹിച്ചത് നല്ല കാര്യോ തെറ്റോ? നല്ല കാര്യം. കിട്ടിയത് എന്താ? കലികാലത്തിൽ നല്ലത് ചെയ്താലും എന്ത് സംഭവിക്കും? ശാപവും ദോഷവും ഉണ്ടാകുന്നു. വളരെ കുഴപ്പമാണ്, കോംപ്ലിക്കേറ്റഡ് ആ കർമ്മം. അതുകൊണ്ട് എന്ത് ചെയ്താലും ഭഗവാന്റെ നാമത്തിൽ വേണം ചെയ്യാൻ. നമ്മൾ 10 പേർക്ക് അന്നം കൊടുത്താലും അതെന്താക്കി കൊടുക്കണം? ഭഗവാന് സമർപ്പിച്ചിട്ട് നിവേദിച്ച് പ്രസാദമായി കൊടുക്കണം. ആർക്കെങ്കിലും പൈസ കൊടുക്കുകയാണെങ്കിൽ വാ 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 വാ, കൃഷ്ണന്റെ ഫോട്ടോയുടെ മുമ്പേ, എനിക്ക് ഒന്നും വേണ്ട, നിനക്കൊന്നും വേണ്ട, എടുത്തോണ്ട് പോകും. ഭഗവാന്റെ നാമത്തിൽ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നല്ലത് ചെയ്താലും കർമ്മഫലം ഉണ്ടാകും. ആ മഹാസത്യം പറഞ്ഞു കൊടുത്ത സ്ഥലമായി മൃഗമഹാരാജാവ് എന്തായി ജനിച്ചു? ഓന്തായി ജനിച്ചു. ഒരു ദിവസം കൃഷ്ണ ഭഗവാന്റെ പുത്രപൗത്രന്മാർ, കൃഷ്ണ ഭഗവാൻ എത്ര ഭാര്യമാരാ? 14 16,108 പത്നിമാർ. ഓരോ പത്നിയിലും 10 ആൺമക്കളും ഒരു പെൺകുട്ടിയും. അപ്പൊ മൊത്തം എത്രയാ? 11. ഒരു കപ്പിൾ, ഒരു വൈഫിന് 10 ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. കൃഷ്ണ ഭഗവാന്റെ പുത്രപൗത്രന്മാരെല്ലാം ഈ പ്രദേശത്ത് പന്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോ ഈ പന്ത് ഒരു കിണറ്റിൽ വീണു. അവര് വന്ന് ആ പന്തെടുക്കാൻ നോക്കിയപ്പോ ഭീമാകാരമായ ഒരു ഓന്ത് അതിനകത്ത് കിടക്കും. കുട്ടികളെല്ലാം പേടിച്ച് ചെന്ന് മുതുമുത്തശ്ശനായ കൃഷ്ണ ഭഗവാനെ വിളിച്ചോണ്ട് വന്നപ്പോ കൃഷ്ണ ഭഗവാൻ ആ ദയനീയ അവസ്ഥ കണ്ടു. ആരുടെ? മൃഗൻ. ഒരു തെറ്റും ചെയ്യാതെ യുഗങ്ങളായി എന്ത് രൂപത്തിലിരിക്കാണ്? ഓന്തിന്റെ രൂപത്തിൽ. ഉടനെ ഭഗവാൻ ആ ഓന്തിനെ പിടിച്ച് വെളിയിലെടുത്തു. ഭഗവാൻ തൊട്ട നിമിഷം അദ്ദേഹത്തിന്റെ ശാപമെല്ലാം പോയി സുന്ദരമായ തേജസ്വിയായ ഒരു രൂപത്തിൽ മൃഗന് ഇവിടെ ഇരുന്ന് വൈകുണ്ഠപ്രാപ്തി, മോക്ഷപ്രാപ്തി കിട്ടിയ സ്ഥലം പുണ്യഭൂമിയാണ്. അപ്പോ ചിലരൊക്കെ പറയും, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരെയും ദ്രോഹിച്ചിട്ടില്ല, ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല, ഞാൻ ആരെയും ചതിച്ചിട്ടില്ല, ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. ഇങ്ങനെയൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ജപിച്ചിട്ടില്ലെങ്കിൽ ഇതെല്ലാം ചെയ്തും എന്തില്ല? പ്രയോജനമില്ല. നല്ല കർമ്മം ചെയ്താലും ഭഗവാന്റെ ഭക്തനായില്ല. നാമജപം ചെയ്തില്ലെങ്കിൽ പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. അങ്ങനെ മൃഗമോക്ഷം നടന്ന സ്ഥലം. ഈ ലീലയെ ഓർത്താണ് ഫ്രണ്ടിൽ അവരൊരു ചെറിയ തീർത്ഥം, മൃഗതീർത്ഥം മുന്നിൽ. അപ്പൊ ദർശനം കഴിഞ്ഞാല് വെള്ളവും കുടയുക. വളരെ പ്രധാനം, നമ്മളിവിടെ ഇരുന്ന് എല്ലാവരും ഒരു മാല 108 പ്രാവശ്യം നാമജപം ചെയ്തിട്ട് നമുക്ക് അടുത്ത 5 മിനിറ്റ് എടുക്കും. എന്തുകൊണ്ടാണ്? നമ്മളെല്ലാരും കർമ്മണ മനസാ വാച മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലേ? ഉണ്ട്. എത്ര പേര് കുറ്റം പറഞ്ഞിട്ടുണ്ട്? ഇനിയുള്ള ആൾക്കാര് ഇന്നത്തെ ദിവസം എത്ര പേര് കുറ്റം പറഞ്ഞിട്ടുണ്ട്? ഇന്ന് പറഞ്ഞില്ല, സമയം കിട്ടിയില്ല. അപ്പോ വളരെ പ്രധാന സ്ഥലം. നമ്മൾ ഇവിടെ ഇരുന്ന് 5 മിനിറ്റ് നാമവും ചൊല്ലി പിന്നെ തിരിച്ച് അതേ വഴിക്ക് നമ്മള് നദി ഇറങ്ങി നദിയിൽ കൂടെ നടന്ന് അപ്പുറത്ത് പോകും. പഞ്ചക്കുവ, പാണ്ഡവക്കുവ എന്നാണ് സ്ഥലത്തിന്റെ പേര്. വെൽ, കുവാൻ ചലു വെൽ. അങ്ങോട്ട് പോകും. രുക്മിണി ദ്വാരകധീശ് ഭഗവാൻ കീ